കൊച്ചിയിൽ ഫ്ളാറ്റിന്റെ പില്ലർ തകർന്നു. പനപ്പള്ളി RDS അവന്യൂ 1 ഫ്ളാറ്റിന്റെ പില്ലറാണ് തകർന്നത്. 24 കുടുംബങ്ങളോട് മാറി താമസിക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, ഇതെപ്പോഴാണ് സംഭവം? ഈ ഫ്ളാറ്റിൽ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്? അവരെല്ലാവരും സുരക്ഷിതരാണോ? മാറി താമസിച്ചു തുടങ്ങിയോ? എന്താണോ അറിയാൻ സാധിക്കുന്നത്? ഇത് പനമ്പള്ളി നഗറിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ളാറ്റാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. RDSന്റെ അവന്യൂ 1 എന്നുള്ളൊരു ഫ്ളാറ്റാണ്. ഈ ഫ്ളാറ്റിന്റെ ഒരു ഭാഗമാണ്, പില്ലറാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ ബ്ലോക്കിൽ മാത്രം 25ഓളം താമസക്കാരുണ്ട്. ഇവരോട് എന്തായാലും ഇവിടെ നിന്ന് മാറിപ്പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ അടക്കം ഉള്ള കൌൺസിലറും മറ്റ് വിദഗ്ധരും, ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇവിടെ എത്തി പരിശോധന നടത്തി. അവർ പറയുന്നത് ഈ എന്താണ് ഇതിന്റെ എങ്ങനെയാണ് ഈ കൺസ്ട്രക്ഷനിലുള്ള ഒരു അപാകതയായിട്ടാണ് ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ ഒരു പില്ലർ നമ്മളിപ്പോ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഈ പില്ലർ ഇടിയാനുള്ള കാരണം അതിന്റെ ഒരു അപാകതയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും കുറച്ചുകൂടി വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു ഫ്ളാറ്റിന് ഒരു അപാകത സംഭവിച്ചിട്ടും ഇവിടെയുള്ള താമസക്കാര് കൌൺസിലറെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ആരെയും തന്നെ അറിയിച്ചിരുന്നില്ല. ഇവർ സ്വയം ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അവർ സ്വയം ഒഴിഞ്ഞു പോകുന്നു. അതിനുവേണ്ടി ഈ സാധനങ്ങളൊക്കെ മാറ്റുന്നതിനു വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തുന്നു. ഇവിടെ എത്തിയ സാധനങ്ങൾ മാറ്റാൻ ഇവിടെ എത്തിയവരാണ് ഇത്തരത്തിലൊരു അപാകത കണ്ടെത്തുകയും പിന്നീട് കൌൺസിലറെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ വലിയൊരു ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാകുക, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും അധികൃതരെ അറിയിച്ചില്ല എന്നുള്ളൊരു കാര്യം ഈ താമസക്കാരിൽ നിന്നും ഉണ്ടാകുന്നു. ഈ അസോസിയേഷൻ അടക്കമുള്ളവർ ആരും തന്നെ ഇത് പുറത്തേക്ക് പറഞ്ഞില്ല എന്നുള്ളൊരു ഇറസ്പോൺസിബിലിറ്റി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളടക്കം ഇവിടെ എത്തിയിട്ടും എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഒന്നും പറയാൻ ഇവർ തയ്യാറായില്ല. പിന്നീട് കൌൺസിലർ ഇത് വിവരം അറിഞ്ഞെത്തി. കൌൺസിലർ ഇവിടെ എത്തി ഇവിടെയുള്ളവരുമായി സംസാരിക്കുകയും കോർപ്പറേഷനൊക്കെ ഇക്കാര്യം അറിയിച്ചതിന് ശേഷമാണ് ഈ പില്ലറിൽ ഇടിവ് വന്ന ഒരു കാര്യം അറിയുന്നത്. എന്തായാലും കൂടുതൽ കളക്ടർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരം നമ്മൾ കൌൺസിലറാണ് നിൽക്കുന്നത്, അഞ്ജന. നമുക്ക് കൌൺസിലറോട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. എന്തായാലും ഇപ്പൊ 20-ലധികം ഉള്ള ആളുകൾ, താമസക്കാർ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അവരോട് അടിയന്തരമായി തന്നെ ഇവിടെ നിന്ന് മാറാൻ ഉള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ, ജീവന് വരെ വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയാണ് ഈ പില്ലറിന്റെ പാളിച്ചകൾ വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും കൌൺസിലറിനോട് തന്നെ വിശദമായി ചോദിക്കാം. കൌൺസിലർ, ഇപ്പൊ എന്താണ് ഇതിന്റെ ഇങ്ങനെ ഒരു വിള്ളലുണ്ടാകാനുള്ള കാരണമായിട്ട്? വിള്ളലുണ്ടാവാനുള്ള കാരണമായിട്ട് ഇപ്പോൾ നമ്മുടെ ഫയർഫോഴ്സ് പറയുന്നത്, അവര് ഇൻസ്പെക്ട് ചെയ്തു ബിൽഡിംഗ് മൊത്തം കയറിയിട്ട്. അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ ഇതില് ഏകദേശം വിള്ളല് നേരത്തെ കണ്ടിട്ടുണ്ടാകാം, ഇവരത് റെക്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ താഴത്തെ പില്ലറിൽ ഇന്ന് രാവിലെയാണ് ഈ ഒരു വലിയ ശബ്ദത്തോടു കൂടി പൊട്ടലുണ്ടായത് എന്നുള്ളതാണ് നമുക്കിവിടെ ഫ്ളാറ്റ് അസോസിയേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ A ബ്ലോക്കിൽ നിന്നുള്ള എല്ലാ റെസിഡൻസിനെയും അവരിപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ വേറെ കാര്യമായിട്ടുള്ള കാര്യം ഇപ്പോൾ ചെയ്യുന്നില്ല. അവര് തൽക്കാലത്തേക്ക് അതിനുള്ള ജാക്കി വെച്ച് അവരത് താങ്ങി നിർത്തിയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. റെക്ടിഫിക്കേഷൻ വർക്ക്സ് ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. സ്ട്രക്ചറൽ എഞ്ചിനീയറിന്റെ അഭിപ്രായം അവരെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 20-ലധികം താമസക്കാരെയാണ് ഇവിടെ നിന്ന് മാറ്റി. 24 താമസക്കാരുണ്ട്. അതിൽ ഏകദേശം 20ഓളം ആൾക്കാർ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ തൊട്ടടുത്ത B ബ്ലോക്കിലുള്ള നെയ്ബേഴ്സിന്റെ ഫ്ളാറ്റുകളിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. മറ്റ് അപകടമൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നിലവിൽ മറ്റ് അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം, കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവര് ഇവിടെ നടക്കുന്ന മറ്റ് കൺസ്ട്രക്ഷൻ വർക്ക്സിനുള്ള സ്റ്റോപ്പ് മെമ്മോ ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെയ്യുന്ന റെക്ടിഫിക്കേഷൻ വർക്ക് ശരിയായ രീതിയിലാണോ എന്നുള്ളതും പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സ്ഥലപരിശോധനയ്ക്ക് കളക്ടറും നമ്മുടെ കോർപ്പറേഷന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ടെന്നുള്ളതാണ് അറിയിക്കുന്നത്. താമസക്കാർ ഇത് കൃത്യമായി കോർപ്പറേഷനോ ഒന്നും അറിയിക്കാത്തത് വലിയൊരു അനാസ്ഥയായി. തീർച്ചയായിട്ടും ഇന്നൊരു അപകടം ഉണ്ടായപ്പോൾ പോലും നമ്മൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ കോർപ്പറേഷൻ കൌൺസിലറായ എന്നെ പോലും വിവരം അറിയിക്കാൻ ഇവിടെയുള്ള റെസിഡൻസോ അസോസിയേഷനോ തയ്യാറായിട്ടില്ല. ഇതിൽ കൂടി പോയ പരിസരവാസികളും സ്ഥലവാസികളുമാണ് നമ്മളെ അറിയിച്ച് ഞാനിവിടെ സ്ഥലത്തെത്തുന്നത്. ഇപ്പൊ എന്തായാലും വലിയൊരു ശബ്ദം കേട്ടാണ് ഇവിടേക്ക് എത്തുകയും പിന്നീട് ഇത്രയും വലിയൊരു പാളി അടർന്നു
തകർന്നു വീഴുന്ന ഒരു കൺസ്ട്രക്ഷനിൽ വലിയൊരു അപാകതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൌൺസിലർ അഞ്ജനയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. കൌൺസിലർ പറയുന്നത് പ്രകാരം ഇവിടെയുള്ളവരെ താമസം മാറ്റിയിട്ടുണ്ട്. ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സംഘം ഇവിടെ എത്തി. മറ്റൊരു കാര്യം ഭവ്യ, ഈ RDS കമ്പനി തന്നെയാണ് പാലാരിവട്ടം പാലം പണിതതെന്ന് കൂടി ഒരു വട്ടം കൂടി ഓർമ്മിപ്പിക്കുന്നു. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.